ബെത്ലഹേമിലേക്കുള്ള യാത്രയുടെ 18-ാം ദിവസം കാലിത്തൊഴുത്തിലെ ആടുകളെ ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ 2:8 ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തു വെളിയിൽ പാർത്തിരുന്നു. അന്ന് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ സന്തോഷം കേട്ടറിയുകയും കണ്ടറിയുകയും അനുഭവമാക്കുകയും ചെയ്ത ആട്ടിടയന്മാരിൽ നിന്നും നാം ഇന്ന് എത്ര അകന്നിരിക്കുന്നു. ഗ്രാമീണമായ നിഷ്കളങ്കതയിലാണ് ആദ്യത്തെ ക്രിസ്തുമസ് സ്വർഗവും ഭൂമിയും ബന്ധപ്പെട്ടവരെല്ലാവരും ആഘോഷിച്ചത്. അന്നത്തെ ആഘോഷത്തിൻ്റെയും ആരാധനയുടെയും ശ്രദ്ധാകേന്ദ്രം ആ ശിശുവായിരുന്നു. യേശുവിൻ്റെ കാലത്ത് ആടുകളെ മേയിച്ചു നടക്കുന്നവർ അധകൃതരായി പരിഗണിക്കപ്പെട്ടവരായിരുന്നു. നാടോടികളായി നടക്കുന്നവർക്ക് അനുഷ്ഠാനങ്ങൾ പാലിക്കുക എളുപ്പമല്ലല്ലോ. എന്നാൽ ക്രിസ്തു ജനിക്കുമ്പോൾ അവർക്കാണ് ആദ്യ സന്ദേശം ലഭിക്കുന്നത്. ഇടയനായിരുന്ന ദാവീദിന്റെ കുലത്തിൽ പുതിയ നിയമത്തിന്റെ ഇടയനായ ദാവീദ് പുത്രൻ പിറന്നു. ദൂതൻ പറയുന്നത് ഭയപ്പെടേണ്ട എന്നാണ്. ഭയപ്പെടേണ്ട എന്ന വചനം കാര്യമായി എടുത്തത് ആട്ടിടയന്മാരെക്കാൾ കൂടുതൽ ആടുകളായിരുന്നില്ലേ? ആട്ടിടയന്മാർ ഉണ്ണിയെ തേടി പശുത്തൊഴുത്തിലെത്തുമ്പോഴേക്കും ആടുകൾ അവർക്ക് മുമ്പേ അവിടെ എത്തുന്നു. എന്ത് സന്തോഷമായിരുന്നു അവർക്ക്! അവരുടെ ഭയം മാറുന്നതാണോ സന്തോഷകാരണം? സ്നാപക യോഹന്നാൻ ഈശോയ്ക്ക് സാക്ഷ്യം കൊടുക്കുന്നത് ഇപ്രകാരമാണ്: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഒരുമിച്ച് വളർന്നവരാണ് യേശുവും യോഹന്നാനും. 6 മാസത്തെ പ്രായവ്യത്യാസമേ ഉള്ളൂ ബന്ധുക്കളായി ഇവർ തമ്മിൽ. എന്നിട്ട് യേശുവിനെ ഈ ഭൂമിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ശ്രദ്ധിക്കുക: ദൈവത്തിൻ്റെ കുഞ്ഞാട്. ജെറുസലേം ദേവാലയത്തിലേക്ക് അപ്പോഴും മനുഷ്യർ ബലിക്കായി ആടുകളെയും കാളകളെയും കൊണ്ടുപോകുന്നുണ്ട്. ജെറുസലേം കണ്ടല്ല, മണം കൊണ്ടറിയാം എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ പരം സന്തോഷം ആടുകൾക്ക് വേറെന്തു വേണം? ബലിയായി മാറേണ്ട ഊനമറ്റ കുഞ്ഞാടുകൾ തുള്ളിച്ചാടുക തന്നെ ചെയ്യും. നിരന്തര ബലിയുടെ രക്തത്തിൻ്റെ ഗന്ധം ഇന്നും നമ്മുടെ പരിസരം മുഴുവനിലുമുണ്ട്. സമകാലീന വാർത്തകൾ മനുഷ്യ മനസ്സാക്ഷിയെ വേദനിപ്പിക്കുന്നില്ലേ? ദൈവത്തെയും മനുഷ്യനെയും ബന്ധിപ്പിക്കാൻ ഒരു കുഞ്ഞാട് വേണം. ഇതറിയാവുന്ന മനുഷ്യർക്കിടയിലേക്കാണ് പ്രവാചക ശ്രേണിയിലെ അവസാനത്തെ കണ്ണിയായ സ്നാപകന്റെ സാക്ഷ്യം: ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ക്രിസ്തുമസിൻ്റെ സന്ദേശവും സന്തോഷവും നമ്മുടെ ഉള്ളിലെ ഭയത്തെ എടുത്തുമാറ്റുന്നതാണ്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മൾ എത്തിച്ചേരേണ്ട ഇടങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നതാണ് യേശുവിൻ്റെ ജനനം. ബോധപൂർവം സഹിക്കുന്നവരിൽ ഇന്നും ഒരു കുഞ്ഞാടുണ്ട്. മറ്റുള്ളവർക്കായി വേദനിക്കുന്നവരിൽ ഈ കുഞ്ഞാടിൻ്റെ സഹനം നിലനിൽക്കുന്നു. തന്നെ ബലിയായി നൽകിയവന് നാം എന്താണ് പകരം നൽകുക? ബലിയർപ്പണമായി നമ്മുടെ ജീവിതം മാറുമ്പോൾ നമ്മുടെ യാത്ര ബെത്ലഹേമിൽ എത്തുക തന്നെ ചെയ്യും, തീർച്ച.